തേർഡ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2024-25 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി 1 പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് 1 നോക്കൂ. അവിടെ കണ്ട സർക്കിൾസ് ആണല്ലേ തന്നിരിക്കുന്നത്. സർക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് 2 സർക്കിൾ ആയിരുന്നു ചുവടെ, പിന്നെ അതിന്റെ മുകളിലായിട്ട് ഒരു സർക്കിൾ, അടുത്തത് ചുവടെ 3 സർക്കിൾസ്, പിന്നെ 2 സർക്കിൾസ്, പിന്നെ 1 സർക്കിൾ അല്ലേ, അങ്ങനെയല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് 4 സർക്കിൾസ്, പിന്നെ 3 സർക്കിൾസ്, പിന്നെ 2 സർക്കിൾസ്, പിന്നെ 1 സർക്കിൾ. അപ്പൊ അടുത്തത് എങ്ങനെയാ വരയ്ക്കേണ്ടത്? ആദ്യം 5 സർക്കിൾസ് ചുവടെ വരയ്ക്കുക, അതിന്റെ മുകളിലായിട്ട് 4 സർക്കിൾസ് വരയ്ക്കുക, അതിന്റെ മുകളിലായിട്ട് 3 സർക്കിൾസ് വരയ്ക്കുക, അതിന്റെ മുകളിലായിട്ട് 2 സർക്കിൾസ് വരയ്ക്കുക, പിന്നെ 1 സർക്കിൾ വരയ്ക്കുക കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്ക്വയറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ക്വയർ, ഉള്ളിലത്തെ ഒരു സ്ക്വയറിനെ കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ കളർ ചെയ്ത ഭാഗം മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ചെയ്ത സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സർക്കിളും ഉണ്ട്. അപ്പൊ അതിന്റെയും പൊസിഷൻ മാറുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് അടുത്തത് വരയ്ക്കുക. അപ്പൊ എങ്ങനെയാ വരിക? അതുപോലെയല്ലേ. സി ക്വസ്റ്റ്യൻ നോക്കാം. അത് നമ്പർ പാറ്റേൺ ആണ്. 155, 256, 357. ഇവിടെയൊക്കെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 101 ആണ് കൂടുന്നത് അല്ലെ. അപ്പൊ കണ്ടോ, 155 കഴിഞ്ഞ് അതിന്റെ കൂടെ 101 ആഡ് ചെയ്യുമ്പോഴാണ് 256 കിട്ടുക. 256ന്റെ കൂടെ 101 ആഡ് ചെയ്യുമ്പോഴാണ് 357 കിട്ടുക. 357ന്റെ കൂടെ 101 ആഡ് ചെയ്തിട്ട് 458 എന്ന് അടുത്തത് എഴുതുക കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് അടുത്ത പിക്ചർ വരിക? തേർഡ് 1 ആണ് അല്ലേ. അപ്പൊ തേർഡ് 1 എന്നിട്ട് അവിടെ വരയ്ക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഒരു പാറ്റേൺ അവിടെ എഴുതാം. 101, 201, 301, 401 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 100, 200, 300, 400 അങ്ങനെ എഴുതാം. അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 2 സേ ദ നമ്പർ. ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 people and 9 seats of 2 people എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബസ്സില് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 11 സീറ്റുകളും അതുപോലെ തന്നെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 9 സീറ്റുകളും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് 1 ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ് എന്നാണ്. എത്ര പേർക്ക് ബസ്സിൽ ഇരിക്കാൻ പറ്റും എന്നാണ് കേട്ടോ. അപ്പൊ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 11 സീറ്റുകൾ അല്ലെ. അപ്പൊ 11 മൂന്നുകള്, അതായത് 11 3s are എത്രയാന്ന് കാണുക. അതുപോലെ തന്നെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 9 സീറ്റുകൾ എന്ന് പറഞ്ഞാല് 9 2കൾ എത്രയാന്ന് കാണുക. അതായത് 9 2s are. അപ്പൊ 11 3s are എത്രയാ? 33 ആണ്. 9 2s are എത്രയാണ്? 18 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 33 + 18 എത്രയാണ്? 51 അല്ലേ. അപ്പൊ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ബസ്സില്? 51 പീപ്പിളിന് ഇരിക്കാം അല്ലെ. 51 people can sit in the bus എന്ന് എഴുതുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. When the journey started, 2 seats of 3 people and 4 seats of 2 people were empty. How many more people can sit and travel in the bus? അതായത് യാത്ര തുടങ്ങിയപ്പോൾ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 2 സീറ്റ്സും അതുപോലെ തന്നെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 4 സീറ്റുകളും കാലിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എത്ര പേർക്കും കൂടിയും ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എത്ര സീറ്റ്സ് ആണ് ഒഴിവ്? എംപ്റ്റി സീറ്റ്സ് എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി അല്ലെ. എംപ്റ്റി സീറ്റ്സ് എത്രയാണ്? 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 2 സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 3s are അല്ലെ. 2 മൂന്നുകൾ എത്രയാന്ന് കാണാം. 2 3s are എത്രയാ? 6 ആണ്. അതുപോലെ തന്നെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 4 സീറ്റ്സും ആണ് അല്ലെ കാലി. അപ്പൊ 4 2s are എത്രയാന്ന് കാണുക അല്ലെ. 4 2കൾ എത്രയാന്ന് കാണുക. 4 2s are എത്രയാ? 8 ആണ് അല്ലെ. 2 3s are 6ഉം 4 2s are 8ഉം. അപ്പൊ 6ഉം 8ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ കിട്ടുക? എംപ്റ്റി സീറ്റ്സ് എത്രയാണുള്ളത്? 14 ആണുള്ളത് അല്ലെ. അപ്പൊ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 14 പീപ്പിളിന് ഇരിക്കാം. സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3 + 3? ടിക് ദ കറക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3നെ എത്ര ടൈംസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്? 6 times 3 ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിലെ ചുവടെ തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലെ കറക്റ്റ് 1 ശരിയായതിനെ ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ 3നെ ആണല്ലേ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 times 3നെയാണ് അല്ലെ. അപ്പൊ ഏതാണ് കറക്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്? സി അല്ലേ വരിക. 6 × 3. അപ്പൊ ആ ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 3 ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 rounds
ഓൺ ഈച്ച് ഷൂട്ട് വെറെവർ ദ ബുള്ളറ്റ് ഹിറ്റ്സ് ദ പേഴ്സൺ ഗെറ്റ്സ് ദാറ്റ് സ്കോർ. ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ റൗണ്ടിലും എവിടെയാണോ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്നത് ആ സ്കോർ ആൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ ചുവടെ ടേബിൾ തന്നിട്ടില്ലേ, അത് 5 റൗണ്ട്സിന് ശേഷം 5 റൗണ്ടിന് ശേഷം കിട്ടിയ സ്കോർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നെയിം, പിന്നെ 100-ൽ എത്ര ടൈം ഹിറ്റ് ചെയ്തു എന്നുള്ളതും 10-ൽ എത്ര ടൈം ഹിറ്റ് ചെയ്തു എന്നുള്ളതും 1-ൽ എത്ര ടൈം ഹിറ്റ് ചെയ്തു എന്നുള്ളതും അതുപോലെ തന്നെ സ്കോറും ആണ് കേട്ടോ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ 100, 10 and 1. അതായത് 100-ലും 10-ലും 1-ലും എത്ര തവണ ഹിറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അരുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എത്ര തവണ 100-ൽ ഹിറ്റ് ചെയ്തു എന്നുള്ളതും എത്ര തവണ 10-ൽ ഹിറ്റ് ചെയ്തു എന്നുള്ളതും എത്ര തവണ 1-ൽ ഹിറ്റ് ചെയ്തു എന്നുള്ളതും ടോട്ടൽ സ്കോറും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. അവിടെ ടോട്ടൽ സ്കോർ എത്രയാണ്? 302 ആണ് കേട്ടോ. എത്ര തവണ ആണ് 100-ൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്? 3 times 100-ൽ ഹിറ്റ് ചെയ്തു. അപ്പൊ 300 ആയി അല്ലേ. 10-ൽ ഹിറ്റ് ചെയ്തിട്ടില്ല, 1-ൽ 2 times ഹിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയായി? 2 അല്ലേ സ്കോർ വരിക. 3 times 100 പറഞ്ഞാൽ 300-ഉം 2 times 1 എന്ന് പറഞ്ഞാൽ 2-ഉം, അങ്ങനെ 302. അതാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വിജയിന്റെയും അതുപോലെ തന്നെ സബീനയുടെയും നമുക്ക് കണ്ടെത്തണം. വിജയിന്റെ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട് 311 എന്ന്. അപ്പൊ നമുക്കറിയാം 311 എന്ന സ്കോർ തന്നിട്ടുണ്ടെങ്കിൽ എത്ര തവണയായിരിക്കും ഈ വിജയ് 100-ൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുക? 300 ആണ് അല്ലേ. അപ്പൊ 3 times ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ 3 times എന്ന് ഓൺ 100 എന്നുള്ള അവിടെ എഴുതുക കേട്ടോ. 311 ആണ് അല്ലെ. അപ്പൊ 1 time 10-ൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഓൺ 10 എന്നുള്ള അവിടെ 1 time എന്ന് എഴുതുക. ദെൻ 1 time 1-ൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് 3 times 100 എന്ന് പറഞ്ഞാൽ 300, 1 time 10 എന്ന് പറഞ്ഞാൽ 10, 1 time 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോഴല്ലേ 311 വരിക. ഇത് സബീനയുടെ ആണ്. ടോട്ടൽ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട് 320. അപ്പൊ എങ്ങനെയാ വരിക? 100-ൽ 3 times, 10-ൽ 2 times, അങ്ങനെയല്ലേ വരിക. അപ്പൊ 320 ആയല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ എന്നാണ്. ഏറ്റവും കുറവ് സ്കോർ കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്നാണ് ടോട്ടൽ സ്കോർ നോക്കുക കേട്ടോ. 302, 311, 320. ഇതില് ലീസ്റ്റ് സ്കോർ ആർക്കാ കിട്ടിയിരിക്കുന്നത്? അരുണാണ്. 302 ആണ് അല്ലെ. സി ക്വസ്റ്റ്യൻ നോക്കാം. വെൻ 10 rounds were finished, one got 820 points and one who won the competition. അതായത് 10 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഒരാൾക്ക് 820 പോയിന്റ്സ് കിട്ടിയിട്ട് വിജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് കോമ്പറ്റീഷനിൽ വിജയിച്ചത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നേരത്തെ തന്ന ടേബിളില് 5 റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ കിട്ടിയ സ്കോർ ആണ് തന്നിരിക്കുന്നത്. അരുണിന് 302, വിജയിന് 311, സബീനയ്ക്ക് 320. 820 പോയിന്റ്സ് 10 റൗണ്ട്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 100 5 ടൈംസും കൂടി ഹിറ്റ് ചെയ്യണം അല്ലെ. അതായത് ഓൾറെഡി 3 times ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 10 roundsൽ 820 വരെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും 100 എത്ര ടൈംസ് ഹിറ്റ് ചെയ്യേണ്ടി വരും? 5 roundsൽ 5 ടൈംസും കൂടി 100 ഹിറ്റ് ചെയ്യേണ്ടി വരും. ഓരോരുത്തരും 5 times 100 ഹിറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന സ്കോറുകൾ നോക്കാം കേട്ടോ. അപ്പൊ അരുണിന് കിട്ടുന്ന സ്കോർ എത്രയായിരിക്കും? 302ന്റെ കൂടെ ഒരു 500ഉം കൂടി വരും അല്ലെ. 802 ആണ് വരിക. വിജയിന് എങ്ങനെയാ വരിക? ഓൾറെഡി 3 times 5 rounds ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5 roundsൽ ഒരു 5 ടൈമും കൂടി ഹിറ്റ് ചെയ്താൽ എത്ര വരും? 311ന്റെ കൂടെ ഒരു 500ഉം കൂടി വരും അല്ലെ. അപ്പൊ എത്ര വരും? 811 വരും. അതുപോലെ സബീനയ്ക്ക് നോക്കാം. സബീനയ്ക്ക് എങ്ങനെയാ വരിക? ഓൾറെഡി 5 rounds 3 times 100 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഒരു 5 ടൈംസും കൂടി ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 500 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ 320ന്റെ കൂടെ 500 ആഡ് ചെയ്താൽ 820 വരുമല്ലോ. അപ്പൊ ആർക്കായിരിക്കും 10 റൗണ്ടിൽ 820 പോയിന്റ്സ് കിട്ടിയിട്ട് വിജയിച്ചിട്ടുണ്ടാവുക? സബീന ആയിരിക്കും അല്ലെ. അപ്പൊ സബീന എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കോർ വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദ 10 round ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദ റൈറ്റ് വൺ. അതായത് 10 round ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും സാധ്യതയുള്ള സ്കോർ എന്നാണ് ഇതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്കോറുകൾ ഏതൊക്കെയാണ്? 534, പിന്നെ 722, 613, 1010 അല്ലെ. 534 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 times 100, 3 times 10, 4 times 1 ആയിരിക്കുമല്ലോ. അപ്പൊ എത്ര ടൈംസ് ഷൂട്ട് ചെയ്തതിനു ശേഷം ഉള്ളതായിരിക്കും ഈ 534 എന്നുള്ള പോയിന്റ്? 12 ടൈംസ് ആണ് അല്ലെ. 5 + 3 + 4 എന്ന് പറഞ്ഞാൽ 12 ആയല്ലോ.
അടുത്തത് എത്രയാ 722 ആണ്. അതെങ്ങനെയാ 7 ടൈംസ് 100 ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 ടൈംസ് 10 2 ടൈംസ് 1 അല്ലെ. അപ്പൊ ടൈംസ് ഷൂട്ട് ചെയ്തതിനു ശേഷമുള്ളതാണ് 11 ടൈംസ് ഷൂട്ട് ചെയ്തതിനു ശേഷമുള്ള സ്കോർ ആണ് അല്ലെ. അപ്പൊ 613 നോക്കാം. അവിടെ എങ്ങനെയാ വരിക 6 ടൈംസ് 100 1 ടൈം 10 3 ടൈംസ് 1. അപ്പൊ 6 + 1 + 3 എന്ന് പറഞ്ഞാൽ എത്രയാ 10 അല്ലേ. അതായത് 10 റൗണ്ടിന് ഷൂട്ടിംഗ് മത്സരത്തിൽ കിട്ടുന്ന ഏറ്റവും സാധ്യതയുള്ള സ്കോർ എന്ന് പറയുന്നത് ഏതായിരിക്കും 613 ആയിരിക്കും അല്ലെ. അപ്പൊ 613ന്റെ ബോക്സ് ടിക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 4 കാർ ജേർണി. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലെ. നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരമാണ് തന്നിരിക്കുന്നത് കേട്ടോ, 65 കിലോമീറ്റേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം എത്രയാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരം എത്രയാ 65 കിലോമീറ്റർ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം എത്രയാ 585 കിലോമീറ്റേഴ്സ് ആണ് അല്ലെ. അപ്പോ നമുക്ക് കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 585 കിലോമീറ്റേഴ്സിൽ നിന്ന് 65 കിലോമീറ്റേഴ്സ് കുറച്ചാൽ പോരെ. അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 520 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്ര ദൂരമാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി, 471 കിലോമീറ്റേഴ്സിൽ നിന്ന് 397 കിലോമീറ്റേഴ്സ് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക 74 കിലോമീറ്റേഴ്സ്. സി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശൂർ and then Radhika drives the car from Thrissur to Kasaragod. Who drives more? How much more? എന്നാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ഒരു കാർ യാത്രയില് രാകേഷ് തൃശ്ശൂർ വരെ വണ്ടി ഓടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം രാധിക തൃശ്ശൂർ തൊട്ടിട്ട് കാസർഗോഡ് വരെ ഓടിച്ചു എന്നാണ് കേട്ടോ. ആരാണ് കൂടുതൽ ഡ്രൈവ് ചെയ്തത്, എത്രണ്ട് കൂടുതൽ ഡ്രൈവ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം തൊട്ടിട്ട് തൃശ്ശൂർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 304 കിലോമീറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ രാകേഷ് ഡ്രൈവ് ചെയ്ത് എത്ര കിലോമീറ്റേഴ്സ്? 304 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തല്ലോ. അതിനുശേഷം രാധിക ഡ്രൈവ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൃശ്ശൂർ തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള ദൂരം എത്രയാണ് വരിക? എന്ത് ചെയ്താൽ മതി, തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 585 കിലോമീറ്റേഴ്സ് ആണ്. അതിൽ നിന്ന് തിരുവനന്തപുരം തൊട്ടിട്ട് തൃശ്ശൂർ വരെയുള്ള ദൂരം അതായത് എത്രയാ 304 കിലോമീറ്റേഴ്സ് കുറയ്ക്കണം അല്ലെ. രാധിക ഡ്രൈവ് ചെയ്ത് എത്രയാന്ന് കാണാനായിട്ട് 585 മൈനസ് 304 എത്രയാ വരിക? 281 ആണ് വരിക കേട്ടോ. നിങ്ങൾ കുറച്ച് നോക്കണം. 281 കിലോമീറ്റേഴ്സ് ആണ് വരിക. അപ്പൊ രാധിക ഡ്രൈവ് ചെയ്ത് എത്ര കിലോമീറ്റേഴ്സ് ആണ്? 281 കിലോമീറ്റേഴ്സ് ആണ്. ഹു ഡ്രൈവ്സ് മോർ എന്നുണ്ട് അല്ലെ. ആരാണ് കൂടുതൽ വണ്ടി ഓടിച്ചത്? അപ്പോ രാകേഷ് അല്ലേ. രാകേഷ് എത്ര കിലോമീറ്റേഴ്സ് ഓടിച്ചു? 304 കിലോമീറ്റേഴ്സ് ഓടിച്ചുല്ലോ. അപ്പൊ രാകേഷ് ഡ്രൈവ്സ് മോർ എന്ന് എഴുതാം. ഹൗ മച്ച് മോർ എന്നോടിയും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, എത്രണ്ട് കൂടുതൽ ഓടിച്ചു എന്ന്. അപ്പൊ രാകേഷ് ഓടിച്ചത് 304 കിലോമീറ്റേഴ്സ് ആണ്. രാധിക ഓടിച്ചത് എത്ര കിലോമീറ്റേഴ്സ് ആ? 281 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ എത്രണ്ട് കൂടുതൽ ഓടിച്ചു എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 304ൽ നിന്ന് 281 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ എത്ര കിട്ടും? 304 മൈനസ് 281 കുറച്ച് നോക്കുക കേട്ടോ. 23 കിട്ടും. 23 കിലോമീറ്റേഴ്സ്. ആക്ടിവിറ്റി 5 മെഷർ ദ ഡിസ്റ്റൻസ്. Winnie and her friends are participating in long jump competition. Look at the distance covered by each one. വിന്നിയുടെ ഫ്രണ്ട്സും ലോങ് ജംപ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ് കേട്ടോ. അവര് കവർ ചെയ്ത ഡിസ്റ്റൻസ് ചുവടെ തന്നിട്ടുണ്ട്, നോക്കാം. ബിന്നിയുടെ തന്നിട്ടുണ്ട് 1 മീറ്റർ 45 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നിധിയുടെ 160 സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ജിതിന്റെ 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. റിമിയുടെ 200 സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദ കോമ്പറ്റീഷൻ. അതായത് കോമ്പറ്റീഷനിൽ ഫസ്റ്റും സെക്കൻഡും ഉള്ള പൊസിഷനിലുള്ള ആൾക്കാരെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആരൊക്കെയായിരിക്കും? ബെന്നി 1 മീറ്റർ 45 സെന്റിമീറ്റർ ആണുള്ളൂ. നിധി 160 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 60 സെന്റിമീറ്റർ ആണ്. ജിതിൻ എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെന്റിമീറ്റർ ആണ്. റിമി 200 സെന്റിമീറ്റേഴ്സ് ആയി. 200 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മീറ്റർ ആണ് അല്ലെ. ബിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആരാണ് ഫസ്റ്റ് റിമി ആണ് അല്ലെ. 200 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാല് എന്താ? 2 മീറ്റർ ആണല്ലോ. അപ്പൊ നെയിം അവിടെ എഴുതാ കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ ആരാ? റിമി. ഡിസ്റ്റൻസ് കവേർഡ് എത്രയാ? 200 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതാ കേട്ടോ. സെക്കൻഡ് പൊസിഷൻ ആരാണ്?
വിന്നിയാണ് അല്ലെ. 1 meter 85 centimeters. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. അതായത് ടേബിളിൽ നിന്ന് ലാർജസ്റ്റ് ഡിസ്റ്റൻസും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ചാടിയത് ആരാണ്? റിമി ആണ്. 200 centimeters ആണ് അല്ലെ. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 1 meter 45 centimeter ആണ്. അപ്പൊ നമുക്ക് 200 centimeterൽ നിന്ന് 1 meter 45 centimeter കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1 meter 45 centimeter എന്നുള്ളത് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എത്രയാ വരിക? 145 centimeters എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യാം? 200 centimetersൽ നിന്ന് 145 centimeters കുറയ്ക്കുക. അപ്പൊ എത്ര വരിക? 55 centimeters എന്ന് വരും. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ടിക്ക് ദ റൈറ്റ് ആൻസർ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു പെൻസിലിന്റെ നീളം ഇതിൽ തന്നിരിക്കുന്ന മെഷർമെന്റിലെ ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരത്തിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. 180 centimeters വരുമോ? 18 meters വരുമോ? 18 centimeters വരുമോ? 180 meters വരുമോ? എന്തായാലും മീറ്ററിൽ വരില്ലല്ലോ, ഉറപ്പല്ലേ? സെന്റിമീറ്റേഴ്സിൽ നോക്കാം. 180 centimeters വരുമോ? 18 centimeters വരുമോ? 180 centimeters എന്ന് പറഞ്ഞാൽ 1 meter 80 centimeter ആയി. അത്ര നീളമൊന്നും വരില്ല അല്ലെ പെൻസിലിന്. 18 centimeters ഒക്കെ അല്ലേ വരുള്ളൂ. അപ്പൊ തേർഡ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 6 സയൻസ് ഫെസ്റ്റിവൽ. The table below shows the number of students participated in various competitions on each day of the 2-day sub-district science festival. അതായത് 2 ദിവസത്തെ ഉപജില്ലാ ശാസ്ത്രമേളയിൽ വിവിധ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ആയിട്ടും സെക്കൻഡ് ഡേ ആയിട്ടും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേയിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്. ഓരോ ഫെയറിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടേബിളിൽ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? 2 ദിവസമായിട്ട് നടക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ ഫസ്റ്റ് ദിവസം എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? 145 ഉണ്ട്. സെക്കൻഡ് ഡേയിൽ 122 ഉണ്ട് അല്ലെ. വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലെ. 145 പ്ലസ് 122 എത്രയാ വരിക? 267. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാ? 267 ആണ് കേട്ടോ. ടോട്ടൽ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ എന്നാണ്. അതായത് ഉപജില്ലാ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന മൊത്തം കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 2 ദിവസമായിട്ട് സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം ഉള്ള ടേബിൾ ആണ് ഇരിക്കുന്നത്. അപ്പൊ മൊത്തം കാണണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ കാണുക? നമ്മള് ഡേയിൽ എത്ര സ്റ്റുഡൻസ് പങ്കെടുത്തു എന്നുള്ളതും സെക്കൻഡ് ഡേയിൽ എത്ര സ്റ്റുഡൻസ് പങ്കെടുത്തു എന്നുള്ളത് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡേയിലെ സ്റ്റുഡൻസ് പങ്കെടുത്ത എത്ര പേരാ? 212 പ്ലസ് 145 പ്ലസ് 143 ചെയ്യണം. 500 വരും കേട്ടോ. സെക്കൻഡ് ഡേയിൽ എത്ര സ്റ്റുഡൻസ് പങ്കെടുത്തിരിക്കുന്നത്? 118, 122, 147. അപ്പൊ 387 കിട്ടും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാ വരിക? 500 പ്ലസ് 387 ചെയ്യണം അല്ലെ. അപ്പൊ 887 ആണ് കിട്ടുക. ചെയ്ത് നോക്കുക കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? അതായത് രണ്ടാമത്തെ ദിവസത്തിനെയും കാട്ടിലും എത്ര കൂടുതൽ കുട്ടികളാണ് ആദ്യത്തെ ദിവസം പങ്കെടുത്തത് എന്നാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരുന്നു? 500 ആയിരുന്നു. സെക്കൻഡ് ഡേയിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്രയാണ്? പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം എത്രയാണ്? 387 ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടി ഡിഫറൻസ് എത്രയാ വരിക? 500 മൈനസ് 387 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല്ലേ. ആൻസർ എത്രയാണ്? 113 ആണ് കേട്ടോ.